ഒരുപാട് ഏത്തപ്പഴം കഴിക്കാറുണ്ട്. എൻ്റെ വൈഫിന് ഞാൻ ഏത്തപ്പഴം കൊടുക്കാറുണ്ട്. അപ്പൊ എനിക്ക് ട്വിൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലല്ലേ എന്ന് ചോദിക്കുന്ന കുറെ പേഷ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഹായ്, ഞാൻ ഡോക്ടർ മിനു ബാജിയോ, ഫെർട്ടിലിറ്റി ഹെവന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏത്തപ്പഴം കഴിച്ചുകൊണ്ട് കുട്ടികൾ ട്വിൻസ് ആണെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പൊ ഇതിന്റെ കുറെ റീസൺസ് ഉണ്ട്. അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് ജനറ്റിക് റീസൺ ആണ്. അതായത് മെറ്റേണൽ സൈഡിലുള്ള, അതായത് മദറിന്റെ സൈഡിൽ വരുന്ന എന്തെങ്കിലും ഹിസ്റ്ററി, ട്വിൻസ് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്ക് ട്വിൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് മെറ്റേണൽ സൈഡിൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ എഗ് പ്രൊഡക്ഷൻ വരുന്നത് മദേഴ്സ് സൈഡിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ മദർ സൈഡിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ട്വിൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാന്ന് പറയുന്നത്. അതുപോലെ തന്നെ IVF ഫിക്സി പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്ന പേഷ്യൻസ്, അങ്ങനെയുള്ള പേഷ്യൻസിനും ട്വിൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഭ്രൂണത്തിന് പകരം 2-3 ഭ്രൂണങ്ങൾ IVF സക്സസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫറിന്റെ സമയത്ത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് ട്വിൻസ് ഉണ്ടാവാനോ ട്രിപ്ലറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലാതെ ഇരട്ടപ്പഴം കഴിച്ചുകൊണ്ട് ട്വിൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. രണ്ട് രീതിയിലാണ് ട്വിൻസ് ഉണ്ടാവുന്നത്. ആദ്യത്തേന്ന് പറഞ്ഞാൽ ഐഡന്റിക്കൽ ട്വിൻസ്. ഐഡന്റിക്കൽ ട്വിൻസിൽ രണ്ടുപേരും കാണാൻ സിമിലർ ആയിരിക്കും. അതുപോലെ തന്നെ അവരുടെ ക്യാരക്ടേഴ്സിലും കുറച്ച് സിമിലാരിറ്റീസ് കാണാം. അതെങ്ങനെയാന്ന് വെച്ചാൽ ഒരണ്ടം, അതായത് ഒരു എഗ് ഡിവൈഡ് ചെയ്ത് 2 ഭ്രൂണങ്ങൾ ഉണ്ടായി അങ്ങനെ ഉണ്ടാവുന്ന ട്വിൻസിനെയാണ് ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഐഡന്റിക്കൽ ആയിട്ടുള്ള ട്വിൻസ്, അതായത് 2 അണ്ടം 2 സ്പേം ആയിട്ട് ഫ്യൂസ് ചെയ്ത് ഉണ്ടാവുന്ന ഭ്രൂണങ്ങൾ പിന്നീട് ട്വിൻസ് ആയിട്ട് ഉണ്ടാവുന്നു. അവര് കാണാനൊന്നും ഒരേപോലെ ഉണ്ടാവില്ല, അവരുടെ ക്യാരക്ടേഴ്സിലും സിമിലാരിറ്റീസ് കണ്ടുവരുന്നില്ല. അതാണ് 2 രീതിയിൽ ട്വിൻസ് ഉണ്ടാകുന്നത്. സോ ഇരട്ടപ്പഴം കഴിച്ചുകൊണ്ട് എല്ലാവർക്കും ട്വിൻസ് ഉണ്ടാവണമെന്നൊന്നും നിർബന്ധമില്ല. അതുകൊണ്ട് എല്ലാവരും ഇരട്ടപ്പഴം കഴിച്ച് ട്വിൻസ് ഉണ്ടാവാനായിട്ട് ശ്രമിക്കുകയും വേണ്ട.